ഫ്രണ്ട്സ്, സർബമല്ല ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടിപ്സ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഇൻ ഫാസ്റ്റ് എന്ന ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സാധാരണയായിട്ട് എല്ലാവരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. ഫസ്റ്റത്തെ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റായിട്ടുള്ള കാര്യം. ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇത് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുക. രണ്ടാമത്തെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ പീരിയഡ് സൈക്കിളിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ആ കാര്യത്തിൽ കുറച്ച് നമുക്ക് ബോധം ഉണ്ടാവണം. അതായത് ഈ ഒരു പീരിയഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ബോധേഡായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം. പീരിയഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 6 monthsൽ നമ്മൾ അതിൻ്റെ ഒരു കണക്ക് കറക്റ്റായിട്ടുള്ള ഒരു കണക്ക് ചില മാസങ്ങളിൽ 30 ദിവസമായിരിക്കും, ചില മാസങ്ങളിൽ 28 ദിവസത്തിൽ വരും, അല്ലെങ്കിൽ ചില ദിവസം 35 ദിവസം എടുക്കും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ 6 മാസത്തെ ഒരു കണക്ക് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമ്മളത് എഴുതിയെങ്കിലും വെക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുന്നതുണ്ട്. ചില ആൾക്കാർക്ക് ഇങ്ങനെ എല്ലാവരുടെയും കാര്യമല്ല, ചില ആൾക്കാർക്ക് മാത്രം ചിലപ്പോൾ 28 ഡേയ്സിൽ വരും, അല്ലെങ്കിൽ 35 ഡേയ്സിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള ഇത് നമ്മൾ കറക്റ്റായിട്ട് ആ കാര്യം നമ്മൾ കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓവുലേഷൻ എന്ന് പറയുന്നത് 14ാമത്തെ ദിവസം മുതൽ 28 ദിവസം വരെയുള്ള ഏത് സമയം വേണമെങ്കിലും ഈ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളതാണ്. അതായത് 28th ഡേയിലാണ് നമ്മുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 14ാം തീയതിയൊക്കെ നമുക്ക് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും 2-3 ദിവസം മുമ്പേ ഇൻ്റർകോഴ്സ് ചെയ്യുന്നതാണ് നമ്മൾ ഫാസ്റ്റ് പ്രഗ്നൻസിക്ക് ഏറ്റവും നല്ലത്. അതായത് 2 ദിവസം കറക്റ്റായിട്ട് നമുക്ക് ഓവുലേഷന് കറക്റ്റായിട്ടൊരു ഡേറ്റ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഡേറ്റിന് മുമ്പോട്ടോ പിമ്പോട്ടോ ഒക്കെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പോട്ട് 14ാം തീയതി ആണെങ്കിൽ 12ാം തീയതി മുതൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നതാണ് പ്രഗ്നൻസിക്ക് ഏറ്റവും നല്ലത്. 20ാമത്തെ ദിവസമാണ് നമുക്ക് ഓവുലേഷൻ വരുന്നതെങ്കിൽ ഒരു 34ാമത്തെ ദിവസം പീരീഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ പീരീഡിൻ്റെ പാറ്റേൺ ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ പീരീഡിനെ നമുക്ക് കറക്റ്റായിട്ട്, അതായത് ഓവുലേഷൻ പീരീഡ് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ നമ്മുടെ പീരീഡിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള നമുക്ക് ഒരു ധാരണ ഉണ്ടാവും എന്നുള്ളത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഓവുലേഷന് മുമ്പ് തന്നെ ഇൻ്റർകോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഓവുലേഷൻ ആകുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ ഡേറ്റ് വരെ ചെയ്യുകയല്ല. 14ാം തീയതി നമുക്ക് ഓവുലേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ 12ാം തീയതി മുതൽ തുടങ്ങിയിട്ട് ഒരു 20ാം തീയതി വരെ നമുക്ക് ഇൻ്റർകോഴ്സ് 1.5 ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇൻ്റർകോഴ്സ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതാണ് ഈ പെട്ടെന്നുള്ള പ്രഗ്നൻസിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഓവുലേഷൻ കിറ്റ് എടുത്തിട്ട് ഈ ഓവുലേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ദിവസം മാത്രം ഇൻ്റർകോഴ്സ് ചെയ്യുന്ന അങ്ങനെയുള്ള ഇതുമുണ്ട്. അത് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല, ഈ ഓവുലേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് 2 ദിവസം മുമ്പിലും ഒരു 20ാം തീയതി വരെയും ഒരാഴ്ച വരെയും ഈ ഇൻ്റർകോഴ്സ് കണ്ടിന്യൂസ് ആയി ഏറ്റവും പോസിബിളായിട്ടുള്ള ഏത് ദിവസമാണോ ആ ദിവസം ചിലപ്പോൾ കൺസീവ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 12ാം തീയതി മുതൽ 20ാം തീയതി വരെ ഇൻ്റർകോഴ്സ് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിക്ക് ചാൻസുള്ള ദിവസങ്ങളിൽ ഇൻ്റർകോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ 3ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഡൗട്ടാണ്. അതായത് ഇൻ്റർകോഴ്സിന് ശേഷം കാല് മേലെ ഉയർത്തി വെച്ച് കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എവിടെയാണ് കിടക്കുന്നത് ആ കിടക്കുന്ന രീതിയിൽ തന്നെ ഒരു 10-15 മിനിറ്റ് കിടക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം.
അല്ലാതെ വേറെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റാണ് ഇത്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, അതായത് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് കഴിക്കുക, റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ്. സാധാരണ എല്ലാ ഡോക്ടേഴ്സും പറയുന്ന കാര്യങ്ങളാണ്. ഹെൽത്തി ഫുഡ് കഴിക്കുക, പിന്നെ റെഗുലറായിട്ടുള്ള എക്സസൈസുകളും മുടക്കാതിരിക്കുക എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.